നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായ രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹവും കണ്ടെത്തി. മരിച്ചത് അഴീക്കോട് മീൻകുന്ന് വലിയന്നൂരിലെ വി പ്രനീഷ്. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച യുവാവ് തലശ്ശേരി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തലശ്ശേരി കായത്ത് റോഡിലെ AK ഹൗസിൽ റിസ്വാൻ. തലശ്ശേരിയിൽ ഭാഗികമായി തുറന്ന ലോഗൻസ് റോഡ് വഴി ബസ്സുകളും ഓടിത്തുടങ്ങി. NCC റോഡ് മുതൽ മുകുന്ദ് ജംഗ്ഷൻ വരെയുള്ള രണ്ടാം റീച്ചിന്റെ പ്രവൃത്തിക്ക് തുടക്കം. കണ്ണൂർ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം വീണ്ടും സ്ഥാപിക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. വെള്ളിയാഴ്ച KPCC നേതാക്കൾ മലപ്പട്ടത്തെത്തും. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂരിൽ കടലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹവും കണ്ടെത്തി. അഴീക്കോട് മീൻകുന്ന് കടലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വലിയന്നൂരിലെ വി പ്രനീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പയ്യന്നൂർ കൊടോളിപ്പുറത്തെ PK ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പയ്യാമ്പലം ഭാഗത്ത് കടലിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത്. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച യുവാവിനെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി കായത്ത് റോഡിലെ AK ഹൗസിൽ റിസ്വാനാണ് പിടിയിലായത്. തലശ്ശേരിക്കടുത്തുള്ള യുവതിയുടെ നഗ്നചിത്രങ്ങൾ എന്ന് പറഞ്ഞ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട യുവതി പോലീസിൽ പരാതി നൽകിയതോടെയാണ് പ്രതിയെ തലശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ഇയാൾ ഇത്തരത്തിൽ നിരവധി സ്ത്രീകളുടെ വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പണം കവർന്നതായും വിവരമുണ്ട്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. തലശ്ശേരിയിൽ ഭാഗികമായി തുറന്ന ലോഗൻസ് റോഡ് വഴി ബസ്സുകളും ഓടിത്തുടങ്ങി. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ ലോഗൻസ് റോഡിന്റെ ആദ്യ റീച്ചായ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ മുതൽ NCC റോഡ് വരെയുള്ള ഭാഗമാണ് ആദ്യഘട്ടത്തിൽ തുറന്നത്. 6.4 കോടി രൂപ ചെലവഴിച്ചാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ കവല മുതൽ നാരങ്ങാപ്പുറം മണവാട്ടി ജംഗ്ഷൻ വരെ നവീകരിക്കുന്നത്. കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയ ആദ്യ റീച്ചിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെ ചെറുവാഹനങ്ങളെ കടത്തിവിട്ടിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ബസ്സുകളെയും കടത്തിവിട്ടത്. നവീകരണ പ്രവൃത്തികൾക്കായി ഇക്കഴിഞ്ഞ ഏപ്രിൽ 19 മുതലാണ് ലോഗൻസ് റോഡ് അടച്ചിട്ടത്. അന്നു മുതൽ ഇവിടത്തെയും പഴയ ബസ് സ്റ്റാൻഡിലെയും കച്ചവട സ്ഥാപനങ്ങളിൽ വിറ്റുവരവുണ്ടായിരുന്നില്ല. വൈകിയാണെങ്കിലും ആദ്യ റീച്ച് തുറന്നതോടെ വ്യാപാരികളും ഏറെ സന്തോഷിക്കുകയാണ്. മഴ തടസ്സമായില്ലെങ്കിൽ ലോഗൻസ് റോഡിൽ മുകുന്ദ് മല്ലർ ജംഗ്ഷൻ വരെയുള്ള രണ്ടാം ഘട്ട പ്രവൃത്തിയും ഉടൻ പൂർത്തിയാവും. മൂന്നാം ഘട്ടത്തിലാണ് മുകുന്ദ് ജംഗ്ഷൻ മുതൽ നാരങ്ങാപ്പുറം മണവാട്ടി ജംഗ്ഷൻ വരെയുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നത്. റോഡ് നവീകരിക്കുന്നതിനോടൊപ്പം ഓവുചാലും പുതുക്കി പണിയുന്നുണ്ട്. റോഡരികിലെ കുടിവെള്ള പൈപ്പും മാറ്റി സ്ഥാപിച്ചു. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വൈദ്യുതി തൂണുകളും നേരത്തെ മാറ്റിയിരുന്നു. കണ്ണൂർ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം വീണ്ടും സ്ഥാപിക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. CPM പ്രവർത്തകർ തകർത്ത ഗാന്ധി സ്തൂപം പുനഃസ്ഥാപിക്കാനാണ് തീരുമാനം. വെള്ളിയാഴ്ച KPCC നേതാക്കൾ മലപ്പട്ടത്തെത്തും. അടുവാപ്പുറത്തെ ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് മലപ്പട്ടം മേഖലയിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഗാന്ധി സ്തൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറായതും എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ ഞാൻ ഗാന്ധി സ്തൂപം ഉണ്ടാക്കി ഗാന്ധിയുടെ തത്വങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി എൻ്റെ പാർട്ടി ഒറ്റക്കെട്ടായി എൻ്റെ കൂടെ നിന്നു. ഗാന്ധി സ്തൂപം ഞങ്ങളുടെ പാർട്ടിയുടെ DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സുധീർ ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഗാന്ധി സ്തൂപം കണ്ണിൽ ചോരയില്ലാതെ CPMന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നിഷ്ഠൂരം തല്ലിപ്പൊളിക്കുന്ന രീതിയിലേക്ക് വന്നു. എൻ്റെ വീട് ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നു. ഈ ടെറർ അറ്റാക്കിനെ ഒരു രാജ്യത്തെ സേവിച്ച ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ, ഒരു പേടിയില്ലാത്ത പട്ടാളക്കാരൻ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച ഈ ഒരു അവസ്ഥ നേരിട്ടു. ഇന്ന് എൻ്റെ പാർട്ടിയും എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ജനങ്ങൾ എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധവുമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തിയത്. ജാഥയ്ക്കിടെയും സമ്മേളനത്തിന് ശേഷവും സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേരത്തെ അനുമതി വാങ്ങി നടത്തിയ പരിപാടിക്കിടെ CPIM പ്രവർത്തകരാണ് അക്രമമുണ്ടാക്കിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസുകാരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെന്നും CPIMകാർ അക്രമം കാട്ടുന്നതിന് യൂത്ത് കോൺഗ്രസുകാർ എന്തിനാണ് പിരിഞ്ഞു പോകുന്നതെന്നും അദ്ദേഹം അന്ന് ചോദിച്ചിരുന്നു. ഗാന്ധി സ്തൂപം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM നേതാവ് നേരത്തെ പ്രസംഗിച്ചിരുന്നു.
ഓൺലൈൻ ഇടപാടിലൂടെ ജില്ലയിലെ 7 പേർക്ക് നഷ്ടപ്പെട്ടത് 35 ലക്ഷത്തിലേറെ രൂപ. ഇതിൽ 3 പേർ കണ്ണൂർ ടൗൺ സ്വദേശികളാണ്. യൂട്യൂബ് വീഡിയോ കണ്ട് വാട്സപ്പ് വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി പ്രതികളുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ താണ സ്വദേശിനിക്ക് നഷ്ടമായത് 33,07,254 രൂപയാണ്. ചക്കരക്കൽ തലശ്ശേരി സ്വദേശിനികളിൽ നിന്ന് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യഥാക്രമം തട്ടിയത് 53,000, 44,850 രൂപ എന്നിങ്ങനെ. വാട്സപ്പിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ണൂർ ടൗൺ സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത് 39,000 രൂപ. മറ്റൊരു കണ്ണൂർ ടൗൺ സ്വദേശിക്ക് നഷ്ടമായത് 22,457 രൂപയാണ്. കേരള പോലീസിൽ നിന്നെന്ന വ്യാജേന വാട്സപ്പിൽ വാഹനത്തിന് ചലാനുണ്ടെന്ന് പറഞ്ഞ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയപ്പോൾ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയായിരുന്നു. ടെലഗ്രാം വഴി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ മറ്റൊരു കണ്ണൂർ ടൗൺ സ്വദേശിക്ക് 9,898 രൂപ നഷ്ടമായി. ടെലഗ്രാം വഴി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ കണ്ണവം സ്വദേശിക്ക് 17,499 രൂപയാണ് നഷ്ടമായത്. ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കണ്ട് വസ്ത്രം വാങ്ങാൻ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പണം നൽകിയ ന്യൂമാഹി സ്വദേശിനിക്ക് 12,700 രൂപ നഷ്ടപ്പെട്ടു. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് അറിയിച്ചു. കണ്ണൂർ ചെങ്ങളായി ചുഴലി റോഡിൽ കൂറ്റൻ കുഴി രൂപപ്പെട്ടു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് വലിയ അപകടക്കെണിയായി കുഴി രൂപം കൊണ്ടത്. കവുമ്പായി കരിവള്ളൂർ റോഡിൽ 3 മീറ്ററിലധികം ആഴമുള്ള കുഴിയാണ് ഇവിടെ ഉണ്ടായത്. കുഴിയുടെ ആഴം കൂടി വരുന്നതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് കുഴി ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നമുക്ക് കാണാൻ സാധിച്ചത് ഇലക്ട്രിസിറ്റി ജീവനക്കാരാണ് അവരുടെ കമ്പ് എത്തുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ചെറിയ രീതിക്ക് കണ്ട അർത്ഥം നമ്മൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത്. ഇപ്പം ബന്ധപ്പെട്ട അധികാരിയോട് അടിയന്തരമായി ജീവനജീവി പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരാകെ ഇതിന്റെ അവസ്ഥ വെച്ച് നാട്ടുകാരാകെ ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. വൈദ്യുത കമ്പിയിൽ തുടർന്ന മരച്ചില്ലകൾ വെട്ടാൻ എത്തിയവരാണ് ആദ്യം കണ്ടത്. ചെറിയൊരു വിള്ളലാണ് ആദ്യം കണ്ടത്. കമ്പെടുത്ത് കുത്തിയപ്പോൾ 1.5 മീറ്ററിൽ കുഴി രൂപപ്പെട്ടു. പിന്നീടത് 3 മീറ്ററായി. റോഡ് ഉടനെ ബ്ലോക്ക് ചെയ്തെന്നും പ്രദേശവാസികൾ പറഞ്ഞു. മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഈ റോഡിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കണ്ണൂർ ചെങ്ങളായിലെ കുഴി പൈപ്പിംഗ് പ്രതിഭാസമാണെന്നാണ് പ്രാഥമിക സംശയം. വിദഗ്ധ പരിശോധന ആവശ്യമാണെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ അറിയിച്ചു. കുളത്തിൽ വീണ് ചികിത്സയിലായിരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥി അഭിമന്യുവാണ് മരിച്ചത്. ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടെ അബദ്ധത്തിൽ കാൽവഴുതി കുളത്തിൽ വീഴുകയായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മിന്നുന്ന വിജയം കൈവരിച്ച് തിരിച്ചെത്തിയ കുട്ടികൾക്ക് മാഹിയിൽ സ്വീകരണം നൽകി. മാഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രക്ഷിതാക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. മാഹി റെയിൽവേ സ്റ്റേഷനിൽ രക്ഷിതാക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് സ്വീകരണം നൽകിയത്. 17ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത M. സ്നേഹ മെയ്പയറ്റിലും പാർവണ അജേഷ് കൈപ്പോരിലും വെങ്കല മെഡൽ കരസ്ഥമാക്കി. 16 സംസ്ഥാനങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുത്തിരുന്നു. കഠിനമായ മത്സരമാണ് നേരിട്ടതെന്ന് ജേതാക്കൾ പറഞ്ഞു. 10-16 സീറ്റ് ഉണ്ടായിന് മത്സരിക്കുക. അത്യാവശ്യം കുറച്ച് ടൈറ്റിൻ്റെയും മത്സരം, കുറേ മത്സരാർത്ഥികൾ ഉണ്ടായിന്. അതിൽ പ്രചരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ പാർവണയും 3rd പ്രൈസാണ് നേടിയിട്ട്. പാർവണക്ക് ഫൈറ്റിങ്ങിലും എനിക്ക് നെയ്പായിട്ട് വന്ന് പ്രൈസ് വന്നിട്ടില്ല. മത്സരിച്ചിട്ടുണ്ട്. കുറച്ച് വർഷം മുമ്പേ നാഷണൽ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒന്നും കൂടി എനിക്ക് നാഷണലിൽ മെഡൽ നേടിയത് വളരെ സന്തോഷം. കളരി ഗുരുക്കൾ KC ശശികുമാർ, ഇൻസ്ട്രക്ടർ KM സത്യൻ, മാനേജർ AV അരവിന്ദാക്ഷൻ എന്നിവർക്കൊപ്പം 15 മത്സരാർത്ഥികളാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിശക്തമായ മത്സരങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ കുട്ടികൾ ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് മാത്രം അവർ കുറച്ച് പിന്നോട്ട് പോയി. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കളരിയെയും നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മുടെ നാടിനെയും പുതുച്ചേരി സംസ്ഥാനത്ത് തന്നെ വളരെ അഭിനന്ദനാർഹമായ നേട്ടം കൈവരിക്കാൻ സാധിച്ച പാർവണ അജേഷിനും നമ്മുടെ കളരിയിലെ ഇൻസ്ട്രക്ടർ കൂടിയായിട്ടുള്ള
സ്നേഹ സത്യനും വളരെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് വെങ്കല മെഡൽ നേടി. അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കളരിയിലെ 2 കുട്ടികൾക്കാണ് മെഡൽ വാങ്ങിയിട്ടുള്ളത്. വളരെ അഭിമാനമുണ്ട്. കാരണം 16ഓളം സ്റ്റേറ്റുകൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് നമ്മളെ മാഹിയിലെ കളരിയിലെ 2 കുട്ടികൾ കൈവരിച്ചത്. നമ്മൾ ഏകദേശം ഒരു 15ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ അഭിമാന നേട്ടത്തിൽ ഈ ആദരവ് എന്ന എല്ലാവരെയും സ്വാഗതം പറയാൻ വളരെ സന്തോഷമുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490 233 2961 8075 099 346 9447 646 125. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
50 പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. ലോക പരിസ്ഥിതി ദിനത്തിൽ തലശ്ശേരി നഗരത്തിലുടനീളം ഫലവൃക്ഷ തൈകൾ വച്ചുപിടിപ്പിക്കുമെന്ന് ദൃശ്യകലാ സാംസ്കാരിക വേദി. ജൂൺ 15 മുതൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ രൂപീകരണവും ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 5 വനവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക. ജൂൺ 5 എന്ന് പറയുമ്പോൾ ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാ വർഷവും ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഞങ്ങൾ മറ്റ് സംഘടനയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇതുവരെ നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. അത് നമ്മുടെ ഇതിൻ്റെ വനംവകുപ്പ് മന്ത്രിയോട് തന്നെ പണ്ട് നമ്മൾ പറഞ്ഞതാണ്, ഈ ആർക്കും ഉപയോഗം ഇല്ലാത്തൊരു വൃക്ഷങ്ങൾ വെച്ച് അങ്ങനെ ഒരു കാട് പോലെ വരുന്നതിന് പകരം തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലെ മാവ്, പ്ലാവ്, പുളി ഇങ്ങനെ കണ്ട ഒരു നമുക്ക് ഗവൺമെൻറ്റും നാട്ടുകാർക്കും വരെ സെറ്റായിട്ടില്ല ഒരു വൃക്ഷങ്ങൾ ആ നിലക്ക് സംഘടിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ്, അത് നല്ല കാര്യം. നമുക്കറിയാം ഈ തമിഴ്നാടിൻ്റെ 2 വശങ്ങളിലും ഇതുപോലെയുള്ള വൃക്ഷങ്ങളാണ്. അതിൻ്റെ ഏക്കർ കണക്കിന് പാട്ടാണ് ഇങ്ങനെ വളരെ ദൂരം. അത് അവരതിനെ കൺട്രോൾ ചെയ്ത് അവരെ പരിധിയിലാക്കും. അതുകൊണ്ട് സർക്കാരിന് ഗുണമുണ്ട്, അതുപോലെ നാഷണൽ ഹൈവേക്ക് ഗുണമുണ്ട്, എല്ലാം ഗുണമുണ്ട്. അതുപോലെയുള്ളൊരു പരിപാടിയാണ് നമ്മൾ സാധാരണ നടത്തി വരാറുള്ളത്. പരിസ്ഥിതി ദിനത്തിൽ തലശ്ശേരി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫലവൃക്ഷ തൈകൾ നടും. പാഴ്വൃക്ഷ തൈകൾ നട്ടുവളർത്തുന്നത് ഒഴിവാക്കും. പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, താലൂക്ക് ഓഫീസ്, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുക. ജൂൺ 10 തലശ്ശേരി നഗരത്തിലെ സ്കൂളുകളിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. മദ്യത്തിന്റെയും മാരക ലഹരി മരുന്നുകളുടെയും ആസക്തിയിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കാൻ ജൂൺ 15 മുതൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്ലബ്ബ് രൂപീകരണവും ബോധവൽക്കരണ ക്യാമ്പയിൻ എന്നിവയും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം എന്ന് പറഞ്ഞാൽ കുട, പുസ്തകം, അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് യൂണിഫോം നമ്മൾ കൊടുക്കാറുണ്ട്. അത് വളരെ സാമ്പത്തികമായി തീരെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വരും. സ്കൂളുകൾ നമ്മൾ കൊടുക്കുന്ന മെമ്മോ, നമ്മൾ കൊടുക്കുന്ന നോട്ടീസിൽ നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, യാതൊരു വിധത്തിലും സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ നമുക്ക് പരിഗണിക്കാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ വന്നാൽ ഈ ചുറ്റുവട്ടത്തുള്ള പല സ്കൂളുകളിലും നമുക്ക് ലിസ്റ്റ് ഇപ്പം തന്നെ 10-27 കുട്ടികളുടെ അപേക്ഷ നമ്മുടെ കയ്യിൽ വന്നു, ഡയറക്റ്റ് ഇൻഡിവിജ്വലായിട്ട്. ഈ സ്കൂളിൽ നിന്ന് ഇപ്പം 1 നാളായിട്ട് വരും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 70 കുട്ടികളാണ് നമ്മൾ പരിഗണിച്ചത്, വളരെ റയറായിട്ട്. ആ നിരക്ക് പുസ്തകം ഈ പ്രാവശ്യം നമ്മളൊരു 100 വിദ്യാർത്ഥികൾ നമ്മൾ. വാർത്താ സമ്മേളനത്തിൽ സാംസ്കാരിക വേദി സെക്രട്ടറി EM അഷ്റഫ്, പ്രശാന്ത് പരപ്പിൽ, VK നഷാദ്, PV ഷാഹിർ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മാറ്റ്സുഷിൻ കപ്പിന് വേണ്ടിയുള്ള ക്യോകുഷിൻ നാഷണൽ ലെവൽ കരാത്തെ ടൂർണമെന്റിൽ പാനൂർ ഫൈറ്റേഴ്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് മിന്നും വിജയം. മുഖ്യപരിശീലകൻ ആദം C യൂസഫിന്റെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. കഴിഞ്ഞ മാസം 25-നാണ് കോഴിക്കോട് ക്യോകുഷിൻ കരാത്തെ ദേശീയ ടൂർണമെന്റ് നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ടൂർണമെന്റിൽ മത്സരിക്കാൻ മത്സരാർത്ഥികളെത്തി. ഇവരെ പരാജയപ്പെടുത്തിയാണ് പാനൂർ ഫൈറ്റേഴ്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി മികച്ച വിജയം നേടിയത്. വിദ്യാർത്ഥികളെയും മുഖ്യ പരിശീലകൻ ആദം C യൂസഫിനെയും പാനൂരിൽ ചേർന്ന അനുമോദന യോഗത്തിൽ ആദരിച്ചു.
ക്യോഷിൻ KP ബാലൻ ആദരായനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കുട്ടികളും തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പറയുന്നത് നിങ്ങൾ അനുസരിക്കുക, റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക. ആരെങ്കിലും പിടിച്ചടിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കരാട്ടെ പഠിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ആദ്യം ബേസിക്കായിട്ട് നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ ഉള്ള നമ്മളെ സഹോദരങ്ങളും നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികളെയും എല്ലാവരെയും ആ ഒരു റെസ്പെക്റ്റിൽ നിങ്ങൾ നോക്കിക്കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിജയിച്ചു. അപ്പോൾ പണ്ട് ഞാനൊക്കെ കരാട്ടെ പഠിക്കുന്ന സമയത്ത് ഇത് കരാട്ടെ മാഷ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടി എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നമ്മളെ പഠിപ്പിച്ചിരുന്നത് എന്താണ്? ഇപ്പോൾ കളരിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരടി, നിങ്ങളെ അടിക്കാൻ ആരും വന്നിട്ട് നിങ്ങൾ ഓടിക്കളാണ്. നിങ്ങളെ ആരെങ്കിലും അടിക്കാൻ വന്നിട്ട് നിങ്ങൾ ഓടിക്കളാന്ന്. നിങ്ങൾ ഓടി പിന്നെ നിങ്ങളെ അടിക്കാൻ വേണ്ടി ആൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാവൂ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു പഠന കാര്യങ്ങളാണ് കളരിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ കരാട്ടയിലാണെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, കരാട്ടെ അറ്റാക്കിങ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്ലോക്കിങ് മാത്രമേ പറഞ്ഞില്ല, അങ്ങോട്ട് അറ്റാക്കിങ് പറയുന്നില്ല. റൺഷി പ്രവീൺ അധ്യക്ഷനായി. മുഖ്യ പരിശീലകൻ ആദം സി യൂസഫ് മറുപടി പ്രസംഗം നടത്തി. മങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച ലാബിന്റെയും ഫുള്ളി ഓട്ടോമാറ്റിക് ബയോ കെമിസ്ട്രി അനലൈസർ മെഷീന്റെയും ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാടിന് ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കുന്നതിന് വേണ്ടി പഞ്ചായത്തും ഗവൺമെന്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരുടെയും എല്ലാവരുടെയും നല്ലൊരു കൂട്ടായ്മയോടുകൂടി നമുക്ക് ഈ കാര്യത്തെ ഏറ്റവും ജനകീയമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ലാബ് സൗകര്യവും അതിൻ്റെ മെഷീനും ഒക്കെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ല സഹായകമായ ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതുകൊണ്ട് നേരത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷമുള്ള സംസാരമാണ് ഇവിടെ നടക്കുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും കുറേ ആളുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ വന്നവരാണ്, ഡോക്ടറെ കാണാൻ വേണ്ടി വന്നവരുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് കൂടുതൽ കാത്തിരിക്കാതെ, അവർക്ക് മടുപ്പില്ലാതെ വിധം മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യവും നല്ലൊരു ഐശ്വര്യവും നന്മയും ഒക്കെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന അധ്യക്ഷയായി. ഡോക്ടർ ശ്രീജ ചാലിൽ, ഡോക്ടർ രശ്മി പനോളി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ദൃശ്യ ദിനേശ് സ്വാഗതവും ഹരീഷ് കുമാർ നന്ദിയും പറഞ്ഞു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ബ്ലഡ് സ്റ്റോറേജ് സെന്റർ ആരംഭിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടോത്ത് ഗോപി അധ്യക്ഷനായി. KP സാജു മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ രഞ്ജിത്ത് രാമകൃഷ്ണൻ, ഡോക്ടർ KPA സിദ്ദിഖ്, ഡോക്ടർ കാവ്യ വി നായർ, ദീപു മാവിലായി എന്നിവർ സംസാരിച്ചു. ബെന്നി ജോസഫ് സ്വാഗതവും സുശീൽ ചന്ദ്രോത്ത് നന്ദിയും പറഞ്ഞു. പുന്നോൾ ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പ്രതീകാത്മക ദീപം തെളിയിക്കലും നടത്തി. പുന്നോൾ ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ PP ഐശ്വര്യ ദീപം പകർന്നു നൽകി ഉദ്ഘാടനം ചെയ്തു. താങ്കളുടെ ലഹരിയാണോ അത്? കുറെ നേരം കളിക്കാറുണ്ടോ? ഇല്ല. എത്ര സമയം? 2 മിനിറ്റോ? 2 മിനിറ്റ് കളിക്കാറുള്ളൂ. വെറുതെ വീഡിയോ ഗെയിം മൊബൈലിൽ, അമ്മേന്റെ മൊബൈലിൽ കിട്ടിയ സമയം കളിക്കും. സ്റ്റാഫ് സെക്രട്ടറി PK സിന്ധു അധ്യക്ഷയായി. സ്കൂൾ PTA പ്രസിഡന്റ് K ദിജു, മദർ PTA പ്രസിഡന്റ് AV ഗ്രീഷ്മ, സ്കൂൾ പ്രധാനാധ്യാപകൻ P ബിജോയ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. इन पलकों पर
Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. MS Public School is among the trusted chambers who believes in meaning the service in betterment throughout history. MS is the right choice for kids to learn, shine and enlighten. Preschools are always a home-away feeling for most of the kids. But here, they are packed with all facilities where I'm sure no child would ever stay back home. Here, quality education is highly encouraged with affordable fee structures. So, build a child's future with MS Public School Panur. The admission for the next academic year is already started. If you need any details, please contact our school office. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ഇത് നിന്റെ സ്കൂളിലേക്കുള്ള ആദ്യയാത്ര മാത്രമല്ല, നിന്റെ ഭാവിയിലേക്കൂടിയുള്ള യാത്രയാണ്. എന്റെ പപ്പ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം പോലെ ഞാനും എന്റെ മകനു വേണ്ടി കണ്ടെത്തി എക്സൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ടു ബി എ പ്രൗഡ് ഫാദർ. എക്സൽ പബ്ലിക് സ്കൂൾ, ചാലക്കര, മാഹി. Answer to your child's future. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പാനൂർ നഗരസഭയിലെ കണ്ണംവള്ളി മഹാത്മാ അംഗൻവാടി പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു.
പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. കണ്ണമ്പള്ളി മഹാത്മാ അംഗൻവാടി പ്രവേശനോത്സവം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ലഹരി പിടിമുറുക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ജാഗരൂകരാണ്. നമ്മുടെ കൊച്ചുമക്കൾ പോകുന്ന വഴികൾ, സൗഹൃദങ്ങൾ, അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും തിരക്കിന്റെ ആളുകളായി നമ്മളിലേക്ക് ഒതുങ്ങുകയാണ്. അങ്ങനെ ഒതുങ്ങാതെ നമ്മുടെ വീട്ടിന്റെ തീന്മേശകൾ പോലും സൗഹൃദങ്ങളുടെ മേശയായി മാറണം. നമ്മുടെ വീട്ടിന്റെ തീന്മേശയിൽ വിളമ്പുന്ന ഭക്ഷണങ്ങൾക്കപ്പുറത്ത് അവിടെ സൗഹൃദം വിളമ്പാൻ സാധിക്കണം, അവിടെ സ്നേഹം വിളമ്പാൻ സാധിക്കണം. കാരണം ഒരു കൊച്ചുകുട്ടി അംഗനവാടിയിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന് വന്ന് നമ്മളോട് വന്ന് പറയുന്നു, ഇങ്ങനെ വഴിവക്കിൽ ഞാൻ ഇന്നത് കണ്ടു, അല്ലെങ്കിൽ അദൃശ്യനായ അല്ലെങ്കിൽ നമ്മുടെ പരിചയമില്ലാത്ത മുഖം കണ്ടു, അങ്ങനെ മുട്ടായി രൂപത്തിൽ തരുന്ന വസ്തുക്കൾ തന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടിനകത്തുള്ള മേശകളിൽ സൗഹൃദങ്ങൾ, ഇരിപ്പിടങ്ങളില്ല. കുട്ടികൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് നേരമില്ല. VP പ്രേമകൃഷ്ണൻ അധ്യക്ഷനായി. VP സജീവൻ സംസാരിച്ചു. MB സഫീറ സ്വാഗതവും CP ചന്ദ്രി നന്ദിയും പറഞ്ഞു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് നഗരസഭാ ചെയർമാൻ KP ഹാഷിം സ്നേഹാദരവ് നൽകി. പാനൂർ നഗരസഭയിലെ പ്രിയദർശിനി അംഗനവാടിയിൽ പ്രവേശനോത്സവവും അംഗനവാടി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. അംഗനവാടികൾ ടീച്ചർമാരും ഹെൽപ്പർമാരും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തന മികവ് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കുട്ടികളെ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മളൊക്കെ ജോലിയും മറ്റു കാര്യങ്ങളുമായി പുറത്തേക്ക് പോകുമ്പോൾ കരുതലായി, സുരക്ഷിതമായി, സ്നേഹത്തോടുകൂടി ഏൽപ്പിക്കാൻ കഴിയുന്ന, നമുക്ക് ഉത്തമ ബോധ്യമുള്ള, വിശ്വാസമുള്ള കരങ്ങൾ എന്ന് പറയുന്നത് അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പർമാരുമാണ്. അപ്പോൾ വർക്കർമാരും ഹെൽപ്പർമാരും അവരുടെ കയ്യിലേൽപ്പിക്കുന്ന കൊച്ചുമക്കളെ അവരുടെ മക്കളെ പോലെ ഏറ്റവും സ്നേഹം കൊടുത്തും കരുതൽ കൊടുത്തും അവരെ വളർത്തുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലേക്കാൾ കൂടുതലും അംഗനവാടികളിലായിരിക്കും അവരുടെ സമയം ചെലവഴിക്കുന്നത്. അങ്ങനെ ചെലവഴിക്കുന്ന കുട്ടികൾ ഏറ്റവും സുന്ദരമായി വളരാനും ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ അംഗനവാടിയിലെ വർക്കർമാരും ഹെൽപ്പർമാരും ഒക്കെ. ചടങ്ങിൽ LSS വിജയികൾക്കും പുതുതായി പ്രവേശിച്ച കുട്ടികൾക്കും പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം സ്നേഹാദരവ് നൽകി. അംഗൻവാടി വർക്കർ ഷിബിന, NK ദിനേശൻ, OP രാജൻ, PP അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ചെമ്പാട് ബാവാന്റെ പറമ്പ് LP സ്കൂളിൽ പ്രവേശനോത്സവം ശ്രദ്ധേയമായി നടത്തി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പാട് ബാവാന്റെ പറമ്പ് LP സ്കൂളിലെ പ്രവേശനോത്സവം പാനൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നവാഗതർക്കുള്ള കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. LSS സ്കോളർഷിപ്പ്, അൽമാഹിർ സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും ഉപഹാരവും നൽകി. പൂർവ്വ വിദ്യാർത്ഥിയായ സലാം, മദർ PTA പ്രസിഡന്റ് ആഷിഫ, അഷ്റഫ് ചെമ്പാട്, കുഞ്ഞുമൂസ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ബേബി നിഷ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ശ്രീകുമാർ കൊയിലാണ്ടിയുടെ മാജിക് ഷോയും നടന്നു.
കുരുന്നു ചുണ്ടുകളിൽ പുഞ്ചിരി നിറച്ച് ചെറുകുന്ന് ഒതയമ്മാടം അങ്കണവാടി പ്രവേശനോത്സവം. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ഒതയമ്മാടം അങ്കണവാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സജീവൻ ഉദ്ഘാടനം ചെയ്തു. കളിച്ചും പഠിച്ചും വളരാൻ കുരുന്നുകൾ അംഗൻവാടിയിലേക്ക് പ്രവേശനോത്സവം ആഘോഷമാക്കി. ചെറുകുന്ന് ഒതയമ്മാടം അംഗൻവാടിയും പാട്ടുപാടിയും മധുരം നുണഞ്ഞും നൃത്തം ചെയ്തും കുരുന്നുകൾ പ്രവേശനോത്സവം ആഘോഷമാക്കി. ഒതയമ്മാടം അംഗൻവാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴ കാരണമാണ് 3-ാം തീയതിക്ക് മാറ്റിയത്. എല്ലാ മേഖലയിലും നല്ല നിലയിൽ തന്നെ പ്രവേശനം. പൂക്കളും സമ്മാനങ്ങളും നൽകി നവാഗതരെ സ്വീകരിച്ചു. വാർഡംഗം ടി ഇ നിർമ്മല അധ്യക്ഷയായി. അംഗൻവാടി വർക്കർ വി വി പ്രസന്നകുമാരി സ്വാഗതം പറഞ്ഞു. അംഗൻവാടി ഹെൽപ്പർ എം വി സംഗീത, കെ എച്ച് സുബ്രഹ്മണ്യൻ, പി കെ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ചെറുകുന്നിന്റെ നേതൃത്വത്തിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികളായ കെ വി ചന്ദ്രൻ, ടി വി ശ്രീവത്സൻ മാരാർ, വി വി സാജു, എസ് എ പി കുഞ്ഞമ്മദ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂരിൽ കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായ രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹവും കണ്ടെത്തി. മരിച്ചത് അഴീക്കോട് മീൻകുന്ന് വലിയന്നൂരിലെ വി പ്രനീഷ്. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച യുവാവ് തലശ്ശേരി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തലശ്ശേരി കായത്ത് റോഡിലെ AK ഹൗസിൽ റിസ്വാൻ. തലശ്ശേരിയിൽ ഭാഗികമായി തുറന്ന ലോഗൻസ് റോഡ് വഴി ബസ്സുകളും ഓടിത്തുടങ്ങി. NCC റോഡ് മുതൽ മുകുന്ദ് ജംഗ്ഷൻ വരെയുള്ള 2ാം റീച്ചിന്റെ പ്രവൃത്തിക്ക് തുടക്കം. കണ്ണൂർ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം വീണ്ടും സ്ഥാപിക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. വെള്ളിയാഴ്ച KPCC നേതാക്കൾ മലപ്പട്ടത്തെത്തും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.